ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കും അമേരിക്ക യുദ്ധക്കപ്പലുകൾ അയച്ചിരിക്കുന്ന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. റഡാറിൽ പെടാത്ത രീതിയിലുള്ള B-2 സ്റ്റെൽത്ത് ബോംബേഴ്സ് വിമാനങ്ങൾ ഇന്ത്യൻ മഹാസമുദ്രത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ മേഖലയിലേക്ക് അയച്ചിരിക്കുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കാരണം യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് സുരക്ഷിതമായിരിക്കുന്ന കവചമൊരുക്കാൻ വേണ്ടിയിട്ടാണ് അതിശക്തമായിരിക്കുന്ന യുദ്ധമുന്നണിയിൽ സജീവ പങ്കാളിത്തം വഹിക്കുന്ന യുദ്ധക്കപ്പലുകളെ കടൽ തീരത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് അയക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക തീരുമാനിച്ചത്. എന്നാൽ യമന്റെ ശക്തമായിരിക്കുന്ന ആക്രമണത്തോടനുബന്ധിച്ച് അത് പിറകിലോട്ട് മാറ്റി 1300ഓളം കിലോമീറ്റർ പിറകിലാണ് ഇപ്പോൾ അത് സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു ഹാരിസ് ട്രൂമാൻ എന്ന് പറയുന്ന കപ്പലിനെ കൊണ്ട് മാത്രം ഈ യുദ്ധത്തെ അതിജീവിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. അതുകൊണ്ട് ഇന്ത്യൻ സമുദ്രത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടും കപ്പലയക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. ഇന്ത്യൻ ഈ സമുദ്രത്തെ കേന്ദ്രീകരിക്കുക എന്ന് പറയുന്ന സമയത്ത് ഒരു സുരക്ഷിതത്വം എന്ന നിലക്കാണ്. ഇവിടുന്ന് നോക്കുന്ന സമയത്ത് 3500 കിലോമീറ്ററോളം വൈദൂരം യമനുമായിട്ടുണ്ട്. അതേപോലെ തന്നെ ഏകദേശം 4000ഓളം കിലോമീറ്റർ വൈദൂരം ഈ ഇറാനുമായിട്ടുണ്ട്. അപ്പോൾ വളരെ വൈദൂരത്തിലാണ് ഇപ്പോൾ നില ഉറപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ സമുദ്രത്തെ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഇന്ത്യ കഴിഞ്ഞാൽ പിന്നെ പാകിസ്ഥാനും ഇറാനും ഏറെക്കുറെ ഈ മേഖലയെ കേന്ദ്രീകരിച്ച് നിൽക്കുന്ന രാജ്യമാണ്. അറേബ്യൻ കടൽ ഇതിനോടനുബന്ധിച്ച് തന്നെ ഒമാനും യമനും സൗദിയും കടൽ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ്. അപ്പോൾ ഈ രണ്ട് കടലും തമ്മിൽ കൂട്ടിമുട്ടുന്നുണ്ട്. ഇന്ത്യൻ സമുദ്രവും അതേപോലെ തന്നെ അറബിക്കടലും കൂട്ടിമുട്ടുന്നുണ്ട്. അവ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമിച്ചുകൊണ്ട് ഉൾവലിയാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നാണ് അമേരിക്ക കണക്ക് കൂട്ടുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ സംഘർഷാവസ്ഥ രൂക്ഷമാവുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അമേരിക്ക ഈ യുദ്ധത്തിൽ നേരിട്ട് തന്നെ പങ്കാളിത്തം വഹിക്കും എന്നുള്ളതാണ്. P-35 വിമാനങ്ങൾ അത് 5ാം തലമുറയിൽപ്പെട്ട വിമാനങ്ങളാണ്. ആ വിമാനങ്ങളും ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് എത്താനുള്ള സാധ്യതകൾ പറയുന്നു. അമേരിക്കയുടെ മുഴുവൻ എയർഫോഴ്സിനും യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചിട്ട് നിർണായകമായിരിക്കുന്ന വിവരം നൽകുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ളൊരു മുന്നറിയിപ്പ് നൽകുകയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യം എന്ന് പറയുന്നത്? ഇറാൻ്റെ സൈനികപരമായിരിക്കുന്ന ബലം ക്ഷയിപ്പിക്കുക എന്നുള്ളത് അമേരിക്കയുടെ അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. സർവ്വ മേഖലയിലും അമേരിക്കയ്ക്ക് പരാജയം ഉണ്ടാകുന്നത് ഇറാൻ്റെ സൈനികപരമായിരിക്കുന്ന ഇടപെടൽ മൂലമാണ്. അത് ചെങ്കടൽ മാത്രമല്ല, പലസ്തീൻ ഇസ്രായേൽ വിഷയം മാത്രമല്ല, അതോടനുബന്ധിച്ച് പറയുന്ന കാര്യം റഷ്യക്ക് ഉക്രൈനുമായിട്ടുള്ള യുദ്ധത്തിൽ അതിജീവനം കിട്ടിയത് ഇറാൻ്റെ ഇടപെടൽ കൊണ്ടും സഹായം കൊണ്ടുമാണ്. അപ്പോൾ ഇറാനാണ് മുഖ്യ എതിരാളിയായിട്ട് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അതിൻ്റെ ആദ്യത്തെ കൂമ്പൊടിക്കുക എന്ന രീതിയിലുള്ള പരാമർശമൊക്കെയാണ് വരുന്നത്. ആ തരത്തിൽ ഒരു ശക്തമായിരിക്കുന്ന ഒരു ആക്രമണവും ഒരു സൈനിക മേധാവിനെ കൊലപ്പെടുത്തിക്കൊണ്ട് അവർക്കൊരു മുന്നറിയിപ്പ് തങ്ങൾ വർഷങ്ങൾക്ക് മുൻപ് തന്നെ നൽകിയതാണ്. അമേരിക്കയുടെ സൈനിക മേധാവായിരിക്കുന്ന കാസിം സുലൈമാനിയെ ബാഗ്ദാദ് എയർപോർട്ടിൽ വെച്ച് കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട പരാമർശമാണ് അന്നത്തെ പ്രസിഡന്റായിരുന്ന ട്രംപ്, ഇന്നത്തെ പ്രസിഡന്റായിരിക്കുന്ന അതേ ട്രംപ് തന്നെ അതിന് തുടർച്ചയായ രീതിയിൽ പറയുന്നത്. പക്ഷേ അവിടെ ഒരു പരാജയമുള്ളത് അമേരിക്ക സമ്മതിക്കുന്നു. തങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള തിരിച്ചടി ബാഗ്ദാദ് കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന അമേരിക്കയുടെ സൈനിക താവളത്തിന് നേരെ ഇറാൻ നടത്തിയിട്ടുണ്ട്. 60 തവണയെങ്കിലും അതിശക്തമായിരിക്കുന്ന മിസൈൽ ആക്രമണം നടത്തുകയും തങ്ങളുടെ സർവ്വ മേഖലയും തകരുന്ന തരത്തിലുള്ള സ്ഫോടനവും തീപിടുത്തവും ഉണ്ടാവുകയും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ തങ്ങൾക്കുള്ള തിരിച്ചടി ഇത്രയും ശക്തമാണ്, ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഇത്രയും ശക്തമായിരിക്കുന്ന ഒരു തിരിച്ചടി ഉണ്ടാകുമെന്ന് തങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അത് നടന്നിരിക്കുന്നു എന്നതിനാൽ ഇറാൻ അങ്ങനെ നിസ്സാരമായിട്ട് കാണാൻ വേണ്ടി സാധിക്കുകയില്ല. അപ്പോൾ അമേരിക്ക പങ്കാളിത്തം വഹിക്കുന്ന മേഖലയിലെല്ലാം അമേരിക്കയ്ക്ക് യുദ്ധ പരാജയം ഉണ്ടാകുന്നത് ഇറാനിലാണ്. അത് ഉക്രൈൻ്റെ കാര്യം പറഞ്ഞു, റഷ്യ സഹായിക്കുന്ന ഇറാനാണ്. 30% ഇറാൻ നിർമ്മിത ഉപകരണങ്ങളാണ്. ആയുധങ്ങൾ എന്ന് പറയുന്നുണ്ട്, ഉപകരണങ്ങൾ എന്ന് പറയുന്നുണ്ട്, മിസൈൽ എന്ന് പറയുന്നുണ്ട്. ഇത് റഷ്യ ഉപയോഗിക്കുന്നത് ഇറാൻ കൊടുത്തിട്ടാണ്. അപ്പോൾ അതിശക്തമായിരിക്കുന്ന ബലവും ഗാംഭീര്യവും സ്ഫോടക ശക്തിയുമുള്ളതാണ് അവരുടെ മിസൈലുകളെല്ലാം. അവരുടെ ആക്രമണം തങ്ങൾക്ക് പ്രതിരോധിക്കാൻ പല ഘട്ടത്തിലും സാധിക്കാറില്ല. അവരുടെ ആക്രമണം എന്ന് പറഞ്ഞാൽ റഷ്യയുടെ സൈനികർ ഇറാൻ്റെ ആയുധം ഉപയോഗിച്ചുകൊണ്ട് ഉക്രൈൻ സൈന്യത്തിന് നേരെ നടത്തപ്പെടുന്ന ആക്രമണം വളരെ പെട്ടെന്ന് പ്രതിരോധിക്കാൻ സാധിക്കാത്ത വിധം അതിശക്തമായിരിക്കുന്ന ആക്രമണമാണ്, അതിശക്തമായിരിക്കുന്ന ആയുധമാണ് ഇറാൻ്റെ നിർമ്മിതി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അവരുടെ കൈവിൽ ഈ ഉക്രൈൻ്റെ കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞു. ഇനി നമ്മൾ ഇസ്രായേലിലേക്ക് വരുന്ന സമയത്ത് ഇസ്രായേൽ പലസ്തീനുമായുള്ള ബന്ധത്തിൽ
വളരെ എളുപ്പത്തിൽ ഹമാസിനെ പരാജയപ്പെടുത്താൻ വേണ്ടി ഇസ്രായേലിന് സാധിക്കുമായിരുന്നു എന്നുള്ള കാര്യം അമേരിക്കക്ക് പോലും അറിയാവുന്നതാണ്. എന്നാൽ യുദ്ധം തുടങ്ങിയതിന് ശേഷം അത് പ്രതീക്ഷിച്ച രീതിയിലല്ല വന്നത്. അത് കഠിനമായിരിക്കുന്ന ഒരു യുദ്ധമായിട്ട് മാറി. ശക്തമായിരിക്കുന്ന പ്രത്യാക്രമണവും പ്രതിരോധവും ഉണ്ടായി. ആയുധങ്ങളുടെ ഒരു കുറവുമില്ലാത്ത രീതിയിൽ ഗാസയിൽ നിന്ന് ഇസ്രായേലിന് നേരെ ആക്രമണം ഉണ്ടായി. അതിന് പിന്നാലെ പ്രവർത്തിച്ചത് ഇറാനാണ്. അതീവ രഹസ്യമായ രീതിയിൽ ഭൂമിക്കടിയിലൂടെ തുരങ്കങ്ങൾ ഉണ്ടാക്കി ആയുധ കൈമാറ്റം ഇറാൻ നൽകിയിട്ടുണ്ട് എന്നാണ് പറയപ്പെട്ടത്. അതോടൊപ്പം തന്നെ റഷ്യയുടെ പേഴ്സണൽ ട്രൂപ്പായിരിക്കുന്ന സൈനികരിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങിയതായിരിക്കുന്ന വിവരം അത് ഇറാനാണ് അതിൽ കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയതെന്നാണ് പറയുന്നത്. പ്രഗോഷിൻ എന്ന് പറയുന്ന ഒരു പേഴ്സണൽ ട്രൂപ്പ് സംവിധാനം റഷ്യയുടെ പ്രസിഡന്റായിരുന്ന വ്ളാഡിമിർ പുടിൻ ഉണ്ടായിരുന്നു. അവരിൽ നിന്ന് രഹസ്യമായ രീതിയിൽ അവർ ആയുധങ്ങൾ വാങ്ങിയിട്ട് ഹമാസിന് നൽകപ്പെട്ടിട്ടുണ്ട് എന്ന് അന്ന് തന്നെ റിപ്പോർട്ട് പറഞ്ഞിരുന്നു. ഇത് ചില ഇസ്രായേലി പത്രങ്ങളും ശരിവെച്ചതാണ്, അല്ലെങ്കിൽ അവരും ഈ റിപ്പോർട്ട് ചെയ്തതാണ്. പ്രഗോഷിൻ്റെ കൈവശത്തിലുണ്ടായിരുന്ന പ്രഗോഷിൻ്റെ മരണശേഷം അവരുടെ ഗ്രൂപ്പിൻ്റെ കൈവശത്തിലുണ്ടായിരുന്ന ആയുധങ്ങൾ വാങ്ങി ഇവരുടെ കൈവശത്തിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്ന കാര്യം 3 യുദ്ധങ്ങൾ ഇപ്പോൾ നടക്കുന്നു. ഒന്ന് റഷ്യയും ഉക്രൈൻ, അതിൽ ഇറാന് പങ്കാളിത്തമുണ്ട്. ഞങ്ങളതിൽ പങ്കാളിത്തമുള്ള രാജ്യമാണ്. ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധം നടക്കുന്നു, അതിൽ ഞങ്ങൾക്ക് പങ്കാളിത്തമുണ്ട്. അതിൽ ഇറാനും പങ്കാളിത്തമുണ്ട്. ചെങ്കടലുമായി ബന്ധപ്പെട്ട് യമനെതിരെ യുദ്ധം നടക്കുന്നു, ഞങ്ങൾ നേരിട്ട് നടത്തുന്ന യുദ്ധമാണ്, അതിൽ ഇറാന് പങ്കാളിത്തമുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ വർത്തമാന കാലത്ത് നടക്കുന്ന അതിശക്തമായിരിക്കുന്ന 3 യുദ്ധത്തിലും അമേരിക്ക എന്ന് പറയുന്ന രാഷ്ട്രം അതിൽ പങ്കാളിത്തം വഹിക്കുമ്പോൾ അതിന് വിപരീതത്തിൽ നിന്ന് തങ്ങൾക്കെതിരെ പോരാട്ടം നയിക്കുന്നത് ഇറാനാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? അവരെ പ്രതിരോധിക്കുക എന്നുള്ള, അല്ലെങ്കിൽ അവരുടെ സൈനിക ശക്തി തകർത്ത് കളഞ്ഞാൽ ഈ 3 മേഖലയിലും വിജയം ഉണ്ടാവും. ചെങ്കടൽ ഫ്രീ ആവും, ഫലസ്തീൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഇസ്രായേൽ വിജയിക്കും. ഒരു പരിധി വരെ ഉക്രൈനുമായുള്ള യുദ്ധത്തിൽ റഷ്യ പിടിച്ചു നിന്നുകൊണ്ട് അവർ പരാജയം സമ്മതിക്കുകയോ അതല്ലെങ്കിൽ തൽക്കാലത്തേക്ക് യുദ്ധവിരാമവുമായിട്ട് ബന്ധപ്പെട്ട പ്രഖ്യാപനം നടത്തുകയോ ചെയ്യും. അതിനെന്ത് ചെയ്യും? ഇറാനെ തളക്കണം. അതിന് ഇവരുടെ കൈവശത്തിലുള്ള അമേരിക്കക്ക് എതിരെ പോരാടുന്ന യമന്റെ സൈനികരുടെ കൈവശത്തിലുള്ള അതിനൂതനമായിരിക്കുന്ന ആയുധത്തിൻ്റെ ബലവും ശക്തിയും ഇപ്പോഴും യഥാർത്ഥത്തിൽ ബ്രിട്ടനോ അമേരിക്കക്കോ മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് പ്രതിരോധം തീർക്കുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ സാധിക്കുന്ന കാര്യമല്ല. അതോടൊപ്പം തന്നെ വലിയ സാമ്പത്തിക മുതൽ മുടക്കുള്ള കപ്പലാണ് ഹാരിസ് ട്രൂമാൻ എന്ന് പറയുന്നത്. ഈ ഹാരിസ് ട്രൂമാന് നേരെ നിരന്തരമായ രീതിയിൽ ഹമാസിൻ്റെ ആക്രമണം, അതിൽ യുദ്ധം ചെയ്യുന്ന സൈനികർക്ക് പോലും മാനസിക പ്രയാസം ഉണ്ടാക്കുന്നതും, അതിലുണ്ടാകുന്ന ഏകദേശം 90 വിമാനം, അതിലൊരു വിമാനത്തിൽ തീപിടുത്തം നടന്നാൽ മറ്റു വിമാനത്തിനും അത് തീപിടിക്കാനുള്ള സാധ്യത എന്ന് പറയുമ്പോൾ വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാവുമെന്ന് മാത്രമല്ല, ആദ്യഘട്ടത്തിൽ തന്നെ അമേരിക്കയ്ക്ക് യുദ്ധപരാജയമുണ്ട് എന്ന് ലോകം വിലയിരുത്തുകയും ചെയ്തു. അതുകൊണ്ട് അവരുടെ വൈദൂരം മനസ്സിലാക്കിക്കൊണ്ടാണ് 1300ഓളം കിലോമീറ്റർ പിന്മാറിക്കൊണ്ട് ഇപ്പോൾ ലാൻഡിങ് ചെയ്യപ്പെട്ടത്, അതല്ലെങ്കിൽ അവിടെ നങ്കൂരമിട്ടത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഇതിനെ സഹായിക്കാൻ വേണ്ടി ഈ പറയപ്പെട്ട ഹാരിസ് ട്രൂമാൻ എന്ന് പറയുന്ന കപ്പലിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ചെങ്കടലിനപ്പുറമായ രീതിയിൽ ഇന്ത്യൻ മഹാസമുദ്രത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കപ്പൽ വന്നുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ വരാനുള്ള സാധ്യതകൾ പറയുന്നു. അതുപോലെ ഇന്ത്യ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണോ എന്നുള്ളതൊക്കെ പരിശോധിക്കണം. കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ കടലിൻ്റെ ഏകദേശം ഒത്ത മധ്യത്തിലൂടെ ഒരു അന്താരാഷ്ട്ര പാത ഉണ്ടാവും. ആ പാതയ്ക്ക് ഒരു രാജ്യത്തിനും പ്രത്യേകമായിരിക്കുന്ന അവകാശ കാര്യങ്ങളൊന്നുമില്ല. രാജ്യത്തിൻ്റെ അതിർത്തിയോട് ചേർന്ന് നിന്ന് ഇത്ര നോട്ടിക്കൽ മൈൽ എന്ന രീതിയാണ് കണക്കാക്കുന്നത്. അങ്ങനെയാണ് ഒരു ബോർഡർ അവിടെ വരച്ചിരിക്കുന്നത്. അതെല്ലാം ആ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ആ രാജ്യത്തിൻ്റെ അവകാശത്തിൽപ്പെട്ടത്. അതാണ് ചെങ്കടലിൻ്റെ ഭാഗങ്ങളൊക്കെ തങ്ങളുടേതാണ്, തങ്ങളുടെ ഭൂപ്രദേശത്തിനോട് ചേർന്നിട്ടാണ് എന്ന് ഈ ഹൂത്തികൾ നിരന്തരം പറയാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണം അത് തന്നെയാണ്. ഈ യമൻ്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ചെങ്കടൽ എന്നതിനാൽ മറ്റുള്ള രാജ്യക്കാർ അവരുടെ അതിർത്തി, അവരുടെ രാജ്യാതിർത്തിയുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളിലെ കടലിനെ അവരുടെ കടലായിട്ട് കാണുന്ന സമയത്ത് ഞങ്ങൾക്ക് എന്തുകൊണ്ട് അങ്ങനെ കണ്ടുകൂടാ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ കടലിൻ്റെ അതിർത്തിയൊക്കെ വരച്ചു, അന്താരാഷ്ട്ര പാതകൾ കണക്കാക്കി. അതിൻ്റെ കാര്യമെന്ന് പറയുന്നത് ഒരു 5-8 വർഷം മുൻപ് കൊല്ലത്ത് വെച്ച് ഇറ്റാലിയൻ നാവികർ 2 മലയാളികളെ മീൻപിടുത്തക്കാരെ വെടിവെച്ച് കൊന്നതുമായിട്ട് ബന്ധപ്പെട്ട വലിയ വിഷയമുണ്ടായിരുന്നു. അന്താരാഷ്ട്ര തലത്തിലൊക്കെ വലിയ ചർച്ച ചെയ്തായിരുന്നു. അന്നാണ് ഈ നോട്ടിക്കൽ മൈലുമായിട്ട് ബന്ധപ്പെട്ടത് വീണ്ടും
പുനഃപരിശോധന നടത്തുകയും അതിൻ്റെ ഒരു കൃത്യത പറയുകയും ചെയ്തു. ഇന്ത്യൻ നേവി സൈനികർ വളരെ തന്ത്രപരമായിട്ടാണ് ഇറ്റാലിയൻ നാവികരെ പിടികൂടിയത്. ഇറ്റാലിയൻ നാവികർ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിലും മറ്റുള്ള കോടതികളിലുമൊക്കെ അവർ പറഞ്ഞിരിക്കുന്ന കാര്യം, ഇത് അന്താരാഷ്ട്ര പാതയാണ്, ഇന്ത്യക്ക് അതിൽ ഈ ഇന്ത്യയുടെ അതിർത്തിയിൽ വെച്ചല്ല വെടിവെപ്പ് നടന്നത്, അന്താരാഷ്ട്ര പാതയാണ് എന്നതിനാൽ തന്നെ ഈ കേസ് നടത്തേണ്ടത് അന്താരാഷ്ട്ര കോടതിയിലാണ്, ഇന്ത്യയുടെ സുപ്രീം കോടതിയിൽ ഈ കേസ് നിലനിൽക്കുകയില്ല എന്നായിരുന്നു ഇറ്റലി വാദിച്ചത്. അത് ഇന്ത്യ ഗവൺമെൻറ് അതിന് പറഞ്ഞിരിക്കുന്ന മറുപടി, തങ്ങളുടെ നോട്ടിക്കൽ മൈലിൻ്റെ അതിർത്തിയുടെ അകത്ത് വെച്ചാണ് ഇറ്റാലിയൻ നാവികർ മലയാളികളെ വെടിവെച്ച് കൊന്നത്. അവർ തീവ്രവാദികളാണെന്ന് തോന്നിയിട്ട് വെടിവെച്ച് കൊന്നതാണ് അവർ പറഞ്ഞ കാര്യം. ഏതായിരുന്നാലും അതിൻ്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട കൃത്യമായിരിക്കുന്ന തെളിവുകൾ ഇന്ത്യൻ ഗവൺമെൻറ് സമർപ്പിച്ചതോടുകൂടി അത് യാഥാർത്ഥ്യമാണെന്ന് ബോധ്യപ്പെട്ടു. പിന്നീട് വലിയ രീതിയിലുള്ള കേസും കാര്യങ്ങളൊക്കെ നടന്ന കാര്യം നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അപ്പുറം, ഈ പറയപ്പെട്ട നോട്ടിക്കൽ മൈലിന് അപ്പുറം ഒരു അന്താരാഷ്ട്ര പാതയുണ്ട്. ആ പാതയിലൂടെ ഒരു കപ്പലിന് സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് മറ്റ് ഒരു രാജ്യത്തിൻ്റെയും സമ്മതം ആവശ്യമില്ല. അങ്ങനെ സമാനമായിരിക്കുന്ന രീതിയിലാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ അന്താരാഷ്ട്ര പാതയോട് ചേർന്നിട്ടാണ് അമേരിക്കയുടെ കപ്പലുകൾ നങ്കൂരമിട്ടത്, അല്ലെങ്കിൽ നങ്കൂരമിടാൻ തീരുമാനിച്ചത് എന്നും കൂടി നമുക്ക് ഒരു പക്ഷേ ഇതിനിടെ കൂട്ടി വായിക്കാവുന്നതാണ്. കാര്യം എന്ന് പറയുന്നത്, പലസ്തീൻ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ പലസ്തീനെ അനുകൂലിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ഇസ്രായേലുമായിട്ട് നയതന്ത്ര ബന്ധമുണ്ടെങ്കിലും പലസ്തീൻ എന്ന് പറയുന്ന രാജ്യം സ്വതന്ത്രമാകണമെന്ന് എല്ലാ കാലത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. പലസ്തീൻ്റെ എംബസി ഇന്ത്യയിലുണ്ട്, ഡൽഹിയിലും ബോംബെയിലും ഉണ്ട്. അതേപോലെ തന്നെ ഇസ്രായേലിൻ്റെ എംബസിയും പ്രവർത്തിക്കുന്നുണ്ട്. സഹകരണ അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്ന രാജ്യമാണ് എന്നതിനാൽ ഇസ്രായേലിനെ ഗാസയെ ആക്രമിക്കാൻ അല്ലെങ്കിൽ പലസ്തീനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് അവസരങ്ങൾ അമേരിക്കയ്ക്ക് വിട്ടുകൊടുക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളൊന്നും ഇന്ത്യ ഗവൺമെൻറ് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം, സമുദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വളഞ്ഞു നിൽക്കുന്ന ആക്രമണങ്ങൾ ഈ മേഖലയിൽ നിന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങളാണ് യഥാർത്ഥത്തിൽ അമേരിക്ക നടത്തുന്നത്. എത്രത്തോളം ഇത് വിജയിക്കും എന്ന കാര്യത്തിനെക്കുറിച്ചുള്ള ഇപ്പോഴും ഒരു തീരുമാനമായിട്ടില്ല. കാര്യം കടൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു തിരിച്ചടി ആക്രമണത്തെക്കുറിച്ച് ഇതുവരെ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് യാതൊരു മറുപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അമേരിക്കയെ തന്നെ അതിശയിപ്പിച്ചിരിക്കുന്ന കാര്യം. തങ്ങളുടെ സൈന്യവും അതുപോലെ തന്നെ തങ്ങളുടെ കപ്പലുകളും യുദ്ധക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും ഒക്കെ ചെങ്കടൽ തീരത്തും ഈ പറയപ്പെട്ട ഇന്ത്യ സമുദ്ര തീരത്തൊക്കെ തയ്യാറായി നിൽക്കുന്ന രീതി കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്തും അതിന് തിരിച്ചടി എന്ന തരത്തിലുള്ള ഒരു മറുപടിയും ഇറാൻ്റെ ഭാഗത്തുണ്ടായി. ഇറാൻ പറയുന്ന മറുപടി, തങ്ങൾക്ക് നേരെ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിൽ അക്രമം ഉണ്ടായാൽ അറേബ്യൻ രാജ്യത്ത് പ്രവർത്തിക്കുന്ന അമേരിക്കയുടെ സൈനിക കേന്ദ്രം കേന്ദ്രീകരിച്ചുകൊണ്ട് തങ്ങൾ തിരിച്ചടി നൽകുമെന്നാണ്. ഈ ഒരു പ്രയോഗത്തിലാണ് യഥാർത്ഥത്തിൽ അമേരിക്ക പോലും പെട്ടിരിക്കുന്നത്. കാര്യം എന്ന് പറയുന്നത്, ഈ ഗൾഫ് രാജ്യങ്ങളിലെ ഏതൊക്കെ മേഖലകളിൽ ഏതൊക്കെ അമേരിക്കയുടെ സൈനിക താവളമുണ്ട് എന്ന് വളരെ കൃത്യമായ രീതിയിൽ ഇറാൻ അറിയാവുന്നതാണ്. അതുകൊണ്ട് ഇറാൻ്റെ കടലതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങളിലൊക്കെ അവർ കപ്പൽ വിന്യാസവും നിരീക്ഷണവും ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ അറേബ്യൻ മേഖലയിൽ നിന്ന് ഒരു യുദ്ധവിമാനം ഇറാന് നേരെ ഉയർന്നു പൊങ്ങുന്ന സമയത്ത് തന്നെ ചെങ്കടലിൻ്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശത്ത് വെച്ചുകൊണ്ട് അതിനെ തകർക്കാൻ വേണ്ടി ഇറാന് സാധിക്കും എന്ന് യഥാർത്ഥത്തിൽ അമേരിക്കക്ക് തന്നെ അറിയാം. അങ്ങനെ ആവുന്ന സമയത്ത് ഇവിടെ ഏത് തരത്തിലാണ് ഈ വിഷയം കൈകാര്യം ചെയ്യേണ്ടത് എന്ന കാര്യത്തിൽ വലിയ പ്രതിസന്ധിയിലേക്ക് അമേരിക്ക തന്നെ എത്തുകയാണ്. ഇപ്പോൾ അമേരിക്കക്ക് ലോകത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാനുള്ള ഒരു ആശ്വാസം എന്ന നിലക്കാണ് ഇറാനെതിരെ തങ്ങൾ യുദ്ധസംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു ഏകീകരണം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ അന്താരാഷ്ട്ര തലത്തിലുള്ള നിയമവ്യവസ്ഥ അംഗീകരിക്കാത്തൊരു സാഹചര്യം വീണ്ടും ഇറാൻ തുടരുകയാണെങ്കിൽ തങ്ങൾ തീർച്ചയായിട്ടും ആക്രമിക്കുക എന്നുള്ളതാണ്. അന്താരാഷ്ട്ര തലത്തിലുള്ള വിഷയം എന്ന് പറയുന്നത് ആണവായുധ അന്വേഷണങ്ങൾ അതല്ലെങ്കിൽ ആണവായുധ ചർച്ചയ്ക്ക് വേണ്ടി ഇറാൻ തയ്യാറാകണം എന്നുള്ളതാണ്. ഇറാൻ നിലവിലെ സാഹചര്യത്തിൽ അതിന് 100% തയ്യാറാണെന്ന് ഇതുവരെ പറയാത്തത് കൊണ്ട് ഈ മേഖല ഇപ്പോഴും യുദ്ധത്തിൻ്റെ ഒരു കേന്ദ്രമായി തന്നെ മാറിയിരിക്കുകയാണ്.